എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ ശ്രീലങ്കൻ യാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വിവരണമാണിത്. ആക്ച്വലി ഇതൊരു യാത്രാ വിവരണമാണ്. എങ്ങനെ പോകാം, എങ്ങനെ വരാം, അതിൻ്റെ എക്സ്പെൻസുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ബിസിനസ്സുകൾ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൽ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. കപ്പൽ എന്ന് പറയാൻ കഴിയില്ല, അത് ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആൻഡമാൻ നിക്കോബാർ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് ഞാൻ പോയിട്ടുള്ള കപ്പലും ഈ പറഞ്ഞ കപ്പലും താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് 154 പേർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബോട്ടാണ്. ശുഭം ആണ് ഈ പറഞ്ഞ ബോട്ടിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഈ shubhamferry.com എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നാഗപട്ടണത്തു നിന്ന് ശ്രീലങ്കയിലെ ജഫ്നയിൽ, അതായത് ഇതിൻ്റെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ജഫ്നയിലെ കാങ്കേശത്തുറൈ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ നമുക്ക് ഈ ട്രെയിനിൽ നമുക്ക് ഇവിടെ നിന്ന് നാഗപട്ടണത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ നാഗപട്ടണത്ത് രാവിലെയാണ് അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 5 മണി 5:30 സമയത്ത് അവിടെ എത്തുക. അവർ ചിലപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് 6 മണിക്കായിരിക്കും. നോർമലി അവിടെ ഞാൻ പരിചയപ്പെട്ട 1-2 വ്യക്തികളും പറഞ്ഞത് അവർ 3 മണിക്കൂർ മുന്നേ എത്തണമെന്നുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കുമെങ്കിലും നമ്മൾ ഈ ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും എത്തുന്ന രീതിയിൽ ചെന്നാൽ മതി, കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യും. പിന്നെ ഹാൻഡ് ബാഗും നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ബാഗേജ്, ഇപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ കൂടെ ക്യാരി ചെയ്യാൻ പറ്റുന്നത് 15 കിലോ ആണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല, അണ്ട് സെപ്പറേറ്റ്, അതായത് നൈഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം എന്താണ് കൊണ്ടുപോകാൻ സാധിക്കാത്തത്, എന്താണ് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അഡീഷണൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ 65 കിലോ വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചില ശ്രീലങ്കൻ സിറ്റിസൺസ് അവർ വന്നിട്ട് ചെന്നൈയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഷോപ്പുള്ള വ്യക്തികൾ ചെറിയ രീതിയിൽ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ വിൽക്കുന്നുണ്ട്. വന്നു പോകാനായിട്ട് ഇപ്പോൾ ഇത്രയുള്ള എക്സ്പെൻസ് ഇപ്പോൾ 4500 രൂപയാണ് ചാർജ്. അത് വേരി ചെയ്യാം, ചിലപ്പോൾ 3500 ആവും, ചിലപ്പോൾ 4000, 5000, 6000 അങ്ങനെ ഡിപ്പെൻസാണ്. അപ്പോൾ 4500-നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളതാണ്. അവർ സ്ട്രിക്റ്റായിട്ട് ചോദിക്കുന്നില്ല എങ്കിലും ചിലവരെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ മറ്റ് കൺട്രീസിലേക്ക് പോകുന്നത് പോലെ ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി അല്ല എന്ന് മാത്രം, കാരണം അതവർ ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ അവിടെ ചെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 4 മണിക്കൂറാണ് ട്രാവൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാങ്കേശത്തുറൈ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങാം. നിങ്ങൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ വെളിയിൽ ഓട്ടോ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇന്ത്യൻ കറൻസി മാറ്റി ശ്രീലങ്കൻ കറൻസി ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രീലങ്കൻ കറൻസി ആക്കുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് 3.5 ആണ്. ഒരു ഇന്ത്യൻ റുപ്പിക്ക് 3.5 ശ്രീലങ്കൻ കറൻസിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവിടെ പോകാം. അവിടെ നിന്ന് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടേക്ക് പോകാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ജാഫ്നയാണ് ടൗണ്. ജാഫ്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊളംബോയിലേക്കാണെങ്കിൽ കൊളംബോയിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഫ്നയിൽ നിന്ന് കുറച്ച് ദൂരെ വൗനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ദുബായിൽ ഇപ്പോൾ ഉണ്ടായിരുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ ആൾ വന്നിരുന്നു, അവിടെ നിന്ന് അങ്ങനെ പോയി. അപ്പോൾ നിങ്ങൾക്ക് ടൂറിസം പാക്കേജ് ആയിട്ടാണെങ്കിൽ പാക്കേജ് എടുത്തിട്ട് പോവാം, അതല്ല നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം, ഇനി അതല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ പോവാം. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അവിടെ കാണാനുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കാങ്കേശത്തുറൈ എന്ന് പറയുന്ന KKS റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, KKS. അവിടെ നിന്ന് നിങ്ങൾക്ക് കൊളംബോയിലോട്ട് ട്രെയിനുണ്ട്. അപ്പോൾ ട്രെയിൻ ടൈമിങ് വ്യത്യാസമുണ്ട്. ഈ കാണിക്കുന്ന ടൈമിങ്ങുകളിലാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുക. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അവിടുത്തെ നിയർ ബൈ ടൂറിസം സ്പോട്ടുകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്തിട്ട് പോകാം. പിന്നെ മെയിനായിട്ടുള്ള കുറച്ച് ഇതുകളുണ്ട്, അത് ജഫ്നയിലും ഉണ്ട്, കൊളംബോയിലും ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളൊരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ട് പോകുക തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എവിടേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളിത് പ്ലാൻ ചെയ്യുക.
എന്നിട്ട് പോവുക. ഓക്കെ. നോർമലി ഫുഡ് നമ്മളുടെ എന്താ പറയുക, ഭക്ഷണം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ തമിഴ് കാറ്റഗറിയാണ് കൂടുതൽ ഈ ഭാഗത്ത് ജഫ്ന അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളിലും നമ്മളുടേതായിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ഭക്ഷണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൊളംബോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബോട്ടിൽ പോയിട്ട് കാണേണ്ടുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഗംഗാമരൻ ടെമ്പിൾ, അതായത് ബുദ്ധ ടെമ്പിൾസ് ഉണ്ട്, മറ്റേ നമ്മുടെ ടെമ്പിൾസ് ഉണ്ട്, ചർച്ചുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാണാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചുറ്റി കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു നേവിക്കാരൻ കൊളംബോയിൽ റൂം കാര്യങ്ങൾ അവർക്കുണ്ട്. അവർ ഈ ടൂറിസം ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റൂം വേണമെങ്കിൽ എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ കക്ഷിയുടെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് റൂം കാര്യങ്ങൾ എടുക്കാം. അതല്ലെങ്കിൽ മറ്റേ ബുക്കിംഗ് ആപ്ലിക്കേഷൻ ഒരുപാടുണ്ടല്ലോ, അത് ത്രൂ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രീലങ്കയിലത്തെ കാര്യങ്ങളുടെ ഒരു വീഡിയോ നെക്സ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആൾക്കാർ അത് കാണാം. പിന്നെ ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, നമ്മളിപ്പോൾ ഷിപ്പിൽ പോകുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാര്യങ്ങൾ ഉണ്ടാവില്ല, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഉണ്ടാവും. അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ കുറച്ചും കൂടി ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇതിൽ കാണുന്ന സീറ്റുകൾ, ഈ 2 സീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മിഡിൽ റേഞ്ചിൽ വരുന്ന റോ ആണ്, അവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. വലിയ ഒലച്ചിലൊന്നുമില്ല, കാരണം ചെറിയതാണ്. പിന്നെ മഴ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സമയത്ത് ഒലച്ചിൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ വല്ലാണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. അങ്ങനെയും ഉണ്ടൊരു കാര്യം. അപ്പോൾ ഈ സീറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ട്രാവൽ ചെയ്യാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു മെനു ആണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി തന്നിരുന്നു. ഈ തിരിച്ചു വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം മേടിച്ച് കൈ പിടിക്കാം. തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ടും വരുമ്പോൾ മേടിച്ച് വേണമെങ്കിൽ കൈ പിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന അതേ സർവീസ് തന്നെയാണ്, അന്നത്തെ ദിവസം തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നാഗപട്ടണത്ത് എത്തുമ്പോൾ 5 മണിക്ക് കേരളത്തിലേക്കുള്ള എറണാകുളത്തേക്കുള്ള എക്സ്പ്രസ് ഓൾറെഡി പോന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈറോഡോ തിരുച്ചിറപ്പള്ളി കോയമ്പത്തൂർ കണക്ട് ചെയ്യുന്ന ട്രെയിനുകൾ കാരക്കൽ വഴിയോ അല്ലെങ്കിൽ അവിടെ നിന്നോ ബസ് മുഖാന്തരം നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരാം. അതല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം നാഗപട്ടണത്ത് സ്പെൻഡ് ചെയ്തിട്ട് അവിടെ കുറച്ച് കാണാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ QR സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്